ഇത്തികാഫിൻ്റെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മഗ്ഫിറത്തിൻ്റെ 10 പാപമോചനത്തിനായി അള്ളാഹു തന്നിരിക്കുന്ന വിശേഷമായ പുതുമാപ്പിൻ്റെ അവസരങ്ങളാണ്. ഇനി ഞാൻ ചെയ്തു പോയ തെറ്റുകൾ വലിയ തെറ്റാണ് എന്നൊരു ബോധ്യമാണ് ആദ്യം ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഞാനൊരു കുറ്റവാളിയല്ല എന്ന ബോധം ഒരു മനുഷ്യനെ നശിപ്പിക്കും. ഞാനൊരു വലിയ കുറ്റവാളിയാണെന്നും ഞാനൊരു ദോഷിയും പാപിയുമാണ് എന്ന ബോധത്തിലായി കഴിയുന്നവർക്കാണ് സ്വർഗം പാപികൾക്കുള്ളതാണ്. ദോഷങ്ങളും പാപങ്ങളും ചെയ്ത് ഞാനൊരു പാപിയാണ് എന്ന ബോധമുള്ള ദോഷികൾക്കാണ് സ്വർഗം ഉള്ളത്. ഞാൻ നല്ലവനാണ് എന്ന ചിന്തയുള്ള നല്ലവർക്കാണ് നരകം. അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് നരകം നല്ല ആൾക്കാർക്കും സ്വർഗം ചീത്ത ആൾക്കാർക്കുമാണ്. അതായത് അവനാൻ്റെ മനസാക്ഷി പറയുന്നത് ഞാൻ നല്ലവനാണെങ്കിൽ അവൻ നരകത്തിലാണ്, അവനാൻ്റെ മനസാക്ഷി പറയുന്നത് ഞാൻ മോശപ്പെട്ടവനാണെങ്കിൽ അത് നല്ലവനാണ്. അതാ ഞാൻ പറഞ്ഞത്, നരകം നല്ല ആൾക്കാർക്കും സ്വർഗം മോശം ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ മോശം ആൾക്കാരിൽ പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതായത് അവനാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് നോക്കൂ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, നബിതങ്ങളും പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ യറാ ദുനൂബഹു, അവൻ്റെ തെറ്റുകളെ കാണൽ കന്നഹു ഖായിദുൻ തഹത്ത ജബലിൻ യഖാഫു അൻ യഖാലൈ. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി. അല്ലെങ്കിൽ അങ്ങനെ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായൊരു മല ഭീഷണി നേരിടുന്നുണ്ട്. എപ്പോഴും അത് പൊട്ടാൻ സാധ്യതയുണ്ട്, എപ്പോഴും അത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഭീമാകാരമായ വലിയൊരു പാറൻ്റെ അടുത്ത് കൂടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. അവിടെ ബോർഡ് തിരിച്ചിട്ടുണ്ടാവും, എപ്പോഴും അപകടം പതിയിരിക്കുന്ന സ്ഥലം, പാറ ഇടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ട്, പേടിക്കണം എന്നൊക്കെ എഴുതി വെച്ചാൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വണ്ടി ഓടിക്കുക. അപ്പോൾ നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഉദാഹരണം എത്ര മനോഹരമായ ഉദാഹരണമാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞ ഉദാഹരണം വളരെ മനോഹരമായ ഉദാഹരണം. പൊട്ടി വീഴാറായ, അടർന്ന് വീഴാറായ ഒരു വലിയ മല, ആ മലൻ്റെ ചോട്ടുകൂടെ നടക്കുന്ന മാതിരിയാണ് ഒരു വിശ്വാസി തെറ്റുകളെ കാണുക. അവൻ്റെ കണ്ണ് ഹറാമൊക്കൊന്ന് നോക്കിയാൽ, കാത് ഹറാമ് കേട്ടുപോയാൽ, അല്ലെങ്കിൽ ഒരു ഹറാമ് സംസാരിച്ചു പോയാൽ, ഒരു നിസ്കാരം കള ആയാൽ, ഒരു ഹറാമായ കാര്യം ചെയ്തു പോയാൽ ഒരു ഭയങ്കര പേടിയായിരിക്കും. പഠിച്ചത് അള്ളാഹു എപ്പോഴാണ് എനിക്ക് അദാബ് ഇറക്കുക, എപ്പോഴാണ് എനിക്ക് ശിക്ഷ കിട്ടുക. ചിലപ്പോൾ നമ്മളെ തെറ്റുകൾ കാരണമായിരിക്കും രോഗം. ആൾക്കാരെ പറയും, എന്താ ഇപ്പോൾ ഈ രോഗം കാരണം? ഈ രോഗം വരാൻ കാരണം ഡോക്ടറെ കാണിക്കും, ഡയഗ്നോസ് ചെയ്യും, ബയോപ്സിക്ക് അയക്കും, ടെസ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ ഇവന് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഒന്നുമില്ല. പിന്നെന്താണ് ഇവന് അറ്റാക്ക് വരാൻ കാരണം? അവൻ്റെ തടിവണ്ണമൊന്നുമില്ല, കൊളസ്ട്രോൾ തീരല്ലാത്ത ആളാണ്, പ്രഷറുള്ള, ഷുഗറുള്ള, നല്ല വ്യായാമത്തിന് പോകുന്നതാണ്, ഭയങ്കര ജിമ്മിൻ്റെ ആളാണ്, നല്ല ബോഡി ഫിറ്റാണ്, ഒക്കെ ഉഷാറാണ്. പിന്നെന്തുകൊണ്ട് അവന് ഈ ബ്ലോക്ക് വന്നു അല്ലെങ്കിൽ അറ്റാക്ക് വന്നു? ഒരു പിടുത്തം കിട്ടൂല. സാധാരണ പറയും ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില മനുഷ്യന്മാർക്ക് ഒരു കോൺകൂടും ഇല്ലെങ്കിൽ തന്നെ മാരക രോഗം വരാൻ കാരണം അവരെ ദുനൂബ്, തെറ്റുകൾ കാരണമാകും. എന്താണ് ലാ തുസല്ലിത്തു അലൈനാ മൻ ലാ യർഹം അല്ലാഹുമ്മ ലാ തഖത്തുൽനാ ബി ഗളബിക വലാ തുഹ്രിക്നാ ബി അദാബിക. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനർത്ഥം അറ്റാക്കുകാർക്ക് ദോഷമുണ്ട് എന്നല്ല. നമ്മളെ തെറ്റുകൾ കാരണം ചിലപ്പോൾ അള്ളാഹു തആല രോഗം തന്ന് പരീക്ഷിക്കും. പെട്ടെന്നൊരു അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെങ്കിൽ ലിവർ ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി കംപ്ലൈൻറ്റ്, അള്ളാഹു അത്തരം രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു കാരണം കിട്ടൂല. ഒരു കള്ളും മദ്യപാനും വീടിവലി പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ലിവർ പോകണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്ക് അസുഖം പിടിക്കണ്ടല്ലോ. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു കാരണം കിട്ടൂല. ഇവൻക്ക് പിന്നീക്ക് രോഗം വരാൻ കാരണം എന്താണ്? ഒരു പിടുത്തം കിട്ടൂല. ഒരു പക്ഷേ മേബി അത് അവൻ ചെയ്ത തെറ്റുകൾ കാരണമാകാം. നാം ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാതെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റ് കാരണം ഉള്ള രോഗം തന്ന് പരീക്ഷിക്കും. അപ്പം ഇതിന് രോഗാണുക്കൾക്കെതിരെയുള്ള റേഡിയേഷനോ അല്ലെങ്കിൽ കീമോ അല്ല ചെയ്യേണ്ടത്, ആദ്യം നല്ല തൗബയാണ്. ആ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടാൽ ഈ രോഗം ഓട്ടോമാറ്റിക്കലി സുഖമായി മാറും. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ദോഷത്തെ കാണേണ്ടത് ഇടിഞ്ഞു പൊളിഞ്ഞ് പൊട്ടി വീഴാറായ, ഉരുൾപൊട്ടാനായ വലിയൊരു പാറൻ്റെ താഴത്തു കൂടെ പോകുമ്പോൾ എപ്പോഴും അതിൻ്റെ മേലെ ഇടിഞ്ഞു വീഴാം, എപ്പോഴും അത് അടർന്ന് വീഴാമെന്ന് പേടിയിലും ഭയത്തിലും പോകണം. മതി ഒരു തെറ്റ് ചെയ്താലും പഠിച്ചോനെ ഇത് കാരണം, ഇത് പൊറുത്തില്ലെങ്കിൽ ഇത് കാരണം ചിലപ്പോൾ അള്ളാഹ് എനിക്ക് അദാബ് തരും, രോഗം തരും, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. ഇങ്ങനെ പേടിയും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നേരെ മറിച്ച് വൈന്നൽ ഫാജിറ, ഒരു തമ്മാടിയായ മോശപ്പെട്ട മനുഷ്യനോ, അപ്പോൾ നമ്മളൊക്കെ അവസ്ഥയാണ്. യറാ ദുനൂബഹു, ഓനെ തെറ്റുകളെ കാണാൻ അറിയാം. ഒക്കെ ദുബാബിൻ മറ അല അൻഫി, ഓൻ്റെ മൂക്കത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ച, ഒരു കൊതു, അത് ആട്ടിവിടും. ഇതേപോലെ ഇപ്പം നമ്മളെ മൂക്കത്ത് ഈച്ച ഒന്നും ആർക്കൊരു വിഷയമല്ലല്ലോ.
മൂക്കുമ്പോൾ ഈച്ച കൊതുക വന്നിരുന്നാൽ നമ്മളത് സീരിയസ് ആയി എടുക്കുകയല്ല, അത് ഇങ്ങനെ കൈകൊണ്ടാക്കിയിട്ടാണ് വിടും, അത് വിഷയമല്ല, അങ്ങ് തട്ടിക്കളയും. ഇതാണ് മോശപ്പെട്ട ആൾക്കാർ തെറ്റുകളെ സമീപിക്കുന്ന സമീപനം. അവരുടെ അപ്രോച്ച് ഇങ്ങനെയാണ്. എങ്ങനെ ഏത് തെറ്റ് തരാം, ഈച്ച മുഖത്തിരിക്കണം മതി, ഈച്ച മൂക്കത്തിരിക്കണം മതി, അത് സാരല്ല. ഒരു ഹറാമ് കണ്ട് സാരല്ല, ഹറാമ് കേട്ട് സാരല്ല, ഹറാമ് സംസാരിച്ചു സാരല്ല, ഒരു പെണ്ണിനോട് കൈയെടുത്ത് അത് സാരല്ല, പെണ്ണിനെ ഹറാമായി കണ്ടു, അതിന് മോശമായി സംസാരിച്ചു, ഒന്നും വിഷയമല്ല, നിസ്കാരം ഒഴിവായി വിഷയമല്ല. എത്രയേ തെറ്റുകൾ കറാഹത്തുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ദോഷങ്ങളും തെറ്റുകളൊക്കെ മോശപ്പെട്ട ആൾക്കാർ കാണുന്നത് മൂക്കത്തിരിക്കണ ഈച്ചനെ പോലെയാണ്. ഇപ്പൊ നമ്മൾ ഈ രണ്ടിൽ ഏതിലാന്നില്ല നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി ഉരുൾപൊട്ടാനായ പാറിൻ്റെ ഇടയിൽ കൂടെ പോകണല്ല ഭീതിയിലാണോ നമ്മൾ? അല്ല. മൂക്കത്തിരിക്കുന്ന ഈച്ചയെ വിഷയമായി കാണാതെ നിസ്സാരമായി കാണുന്ന പോലെയാണോ നമ്മൾ മിക്കവാറും അതിലായിരിക്കും. അപ്പം നമ്മളവിടെ നിന്ന് മാറണം. നമുക്ക് തക്കുവ ഉണ്ടാവണം. തക്കുവക്കാണ് നോമ്പ്. തക്കുവ വലിയ വിഷയമാണ്. ഏതൊന്നും സ്വീകരിക്കണമെങ്കിൽ തക്കുവണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ തെറ്റുകളും അല്ലങ്ങോട്ട് പുറത്ത് വൃത്തിയാക്കി തരണം. ആ ഒരു വൃത്തിയാക്കി തരാനാണ് അല്ലാഹു തആല 10 ദിവസം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മഗ്ഫിറത്തിൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ വഴികൾ ഇന്നലെ സംസാരിച്ചത്. വൽ കഫാറാത്തു, ഇനി ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ്, കുറച്ച് കാര്യങ്ങൾ പറയാം. ദോഷങ്ങൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ എല്ലാവരും പഠിക്കണം കേട്ടോ. സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ 1000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞേക്കാൾ ചിലപ്പോൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ പെട്ടെന്ന് പൊറുക്കപ്പെടും. ചില മരുന്ന് അങ്ങനെയാണ്. ചില ശക്തമായ തലവേദന, കഫക്കെട്ട്, ചുമ, നമ്മൾ ചില മരുന്ന് എത്ര കഴിച്ചാലും തീരണം. നേരെ ചില മരുന്നുണ്ടാവും അല്ല പെനട്രേറ്റിംഗ്, അത് ഭയങ്കരം, അത് ശരിക്കും അപ്പം തന്നെ ഫലം ചെയ്യും. അത്രയും കറക്റ്റുള്ള മരുന്നായിരിക്കും. ഇതേപോലെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും ഉതകുന്ന ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. റസൂലുള്ള പഠിപ്പിച്ചതിന് അങ്ങനെയാണ്. ഇസ്തിഗ്ഫാറിൻ്റെ രാജാവ് കേട്ടോ. പാപമോചനം തേടാൻ പറ്റിയ രാജാവ്. അത് ചൊല്ലി ഒക്കെ പൊറുക്കപ്പെടുന്ന. നബികൾ എന്താ പറഞ്ഞത്? പകലിൽ ഒരാൾ ചൊല്ലി അന്ന് പകരം മരിച്ചാൽ ഓൻ സ്വർഗത്തിലാണ്. രാത്രി 1 വട്ടം അത് ചൊല്ലി എന്നാൽ രാത്രി മരിച്ചാൽ ഓൻ സ്വർഗത്തിലാണ്. പിന്നെന്താ പ്രശ്നം? അവന് ഉറപ്പായില്ലേ? രാവിലെ സുബഹിക്കാരത്തിൻ്റെ ചുരുട്ട് ചൊല്ലി ആകെ 1 മിനിറ്റ് ഉള്ളൂ അത് ചെല്ലാനായി. അത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു മരിച്ചു, ആയിക്കോട്ടെ, സ്വർഗത്തിൽ ഉറപ്പാണ്. അതിന് വേറെ അപ്പീലില്ല. കാരണം നബിതങ്ങൾ പഠിപ്പിച്ചാണ് സുബഹിൻ്റെ ശേഷം പകരം 1 വട്ടം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. ഓൻ ഡയറക്റ്റ് സ്വർഗത്തേക്കാണ്. അവൻ എൻട്രി പാസ് റെഡി. രാത്രി 1 വട്ടം ചൊല്ലിയാൽ അവന് സ്വർഗ്ഗം ഉറപ്പാണ് അന്ന് രാത്രി മരിച്ചാൽ. അപ്പോൾ എന്നതിന് രാത്രി പകരം പതിവാക്കിയാൽ പോലെ. ഇതൊക്കെയാണ് കാണാൻ പിടിച്ചേണ്ടത്. ഇതാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തത്അതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. 30 സെക്കൻഡ് മതി ചെല്ലാനേ. ഇപ്പം ഞങ്ങൾ ചൊല്ലി തരുമ്പോൾ കാണാൻ പിടിക്കാൻ കഴിയില്ല. അത് മൊബൈലുണ്ടാവും കേട്ടോ, യൂട്യൂബിലുണ്ടാവും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നമ്മൾ ആപ്പിൾ സ്റ്റോറിലുണ്ടാവും, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഈ മൊബൈൽ അതിനല്ല ഉപയോഗിക്കേണ്ടത്. ഇൻസ്റ്റയും ഫേസ്ബുക്ക് കാണാനും മാത്രമല്ല, നമ്മുടെ ദീനീയ കാര്യങ്ങളൊക്കെ മൊബൈലുണ്ട്. ഞാൻ നോക്കുന്ന കിതാബുകൾ മുഴുവൻ ഈ എൻ്റെ കയ്യിലുള്ള മൊബൈലിലാണ് ഞാൻ കിതാബ് നോക്കുക. 100,000-ഓളം കിതാബുകൾ ആദ്യമേ മക്തബ ഷാമില കമ്പ്യൂട്ടറിൽ ആപ്പായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഇപ്പം എല്ലാം മൊബൈലിൽ കിട്ടും. ഖുർആൻ്റെ ആയിരക്കണക്കായ തഫ്സീർ, ഹദീസുകൾ, എല്ലാം ലക്ഷോപലക്ഷം കിതാബുകൾ ഈ മൊബൈലിൽ കിട്ടും. അപ്പോൾ വെറും ഫേസ്ബുക്കും വാട്സപ്പും വെറും ഇൻസ്റ്റഗ്രാം മാത്രമല്ല, നല്ല കാര്യങ്ങളൊക്കെ മൊബൈലിൽ നിന്ന് എല്ലാ കിതാബും ഒക്കെ നോക്കി, എന്ത് ഹദീസും ആയത്തും ഒക്കെ അതേ കിട്ടും. ഞാൻ ക്ലാസ് വെക്കണ മൊബൈൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഔറാദ് മനാക്കിബ് ഒക്കെ പ്ലേ സ്റ്റോറിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ കാണാൻ പഠിക്കണം. ഇതൊന്നും കാണാൻ പഠിക്കാതെ വേറെ കുറേ റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ കാണാൻ പഠിക്കാതെ വേറെ കുറേ മാലിം മൗലിദും കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കാണാൻ പഠിക്കണം. പക്ഷേ പ്രധാനപ്പെട്ടത് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ, ഖുർആനും ഹദീസും വന്ന ഇസ്തിഗ്ഫാറുകൾ, അത് കാണാൻ പഠിക്കുക. ഒരക്ഷരത്തിന് 10 ഇരട്ടി കൂലിയാണ് ഖുർആന് കേട്ടോ. ഒരക്ഷരത്തിന് 10 കൂലിയാണ്. റമദാനിലാകുമ്പോൾ ഇരട്ടി കൂലി ഉണ്ടാവും. ആ കൂലി ഏതായാലും മജ്ലിസുൻ നൂറിനും റാത്തീബിനും കുത്തുബിയത്തും ഇല്ല. വേണ്ടെന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന എപ്പോഴും ഖുർആനിലും ഹദീസിലും ദിക്റുകൾക്ക് മുൻഗണന. അതൊക്കെയാണ് മാറ്റി വെച്ചിട്ട് വെറും മൗലൂദും റാത്തീബും ദിക്റും സലാത്തും ഏതെങ്കിലും തരീഖത്തിൽ ദിക്റുമായിരിക്കും നടക്കും. റസൂല പഠിപ്പിച്ച് ചെല്ലൂല, അള്ളാഹു ഖുർആൻ പഠിപ്പിച്ച് ചെല്ലൂല. അങ്ങനെ ചെയ്യരുത്. അതൊക്കെ നമ്മൾ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ പെട്ടുപോകുന്നതാണ്. മനസ്സിലാക്കണമൊക്കെ. അള്ളാഹു റസൂൽ നേരിട്ട് പഠിപ്പിച്ചത് എന്താണോ അതിന് പ്രാമുഖ്യം കൊടുക്കണം, അതിന് മുൻഗണന കൊടുക്കണം. അപ്പോൾ നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അപ്പം ഇന്നാളെ ക്ലാസ്സിന് പോയപ്പം ഒരു മൗലൂദ് ഫുള്ള് കാണാതെ ചെല്ലുന്നുണ്ട്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആർക്കും അറിയില്ല. റസൂൽ പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ റസൂൽ പഠിപ്പിച്ച് ദിക്ർ വെച്ച് അത് ആർക്കും അറിയില്ല. മജ്ലിസുൻ നൂർ കാണാതെ അങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ.
ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ചെല്ലാൽ ദിക്ർ വെച്ച് ആ സദസ്സിൽ എല്ലാവർക്കും അറിയില്ല, പെണ്ണുങ്ങൾക്ക് അറിയില്ല, ആണുങ്ങൾക്ക് അറിയില്ല. എന്നാൽ മരിച്ചോടത്ത് മൗലൂദ് തന്നെ ഫുള്ള് കാണാൻ അങ്ങനെ ചിന്തയുണ്ട്. അതൊക്കെ വേണം, അതൊക്കെ ചെയ്യണം. പക്ഷേ പ്രഥമമായി ഫണ്ടമെന്റലി പ്രൈമറി നമ്മൾ കാണേണ്ട മഹത്വവും പ്രാധാന്യവും ഹദീസിൽ വന്ന ദിക്റുകൾ, റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ, പുണ്യമാക്കപ്പെട്ട വാരിദ ദിക്റുകൾ, അത് പഠിക്കണം, ചെയ്തിട്ട് പുലർത്തണം. അപ്പോൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ ഞാൻ നാളിപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിന് ഒരു കുട്ടിക്കും അറിയില്ല, ഒരൊറ്റ ആൾക്കും അറിയില്ല. സങ്കടം തോന്നിപ്പോയി. അത് കാണാൻ പഠിക്കണം, അല്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും ചൊല്ലണം. പകൽ ഒരു വട്ടം അത് ചൊല്ലിയാൽ ആ പകൽ മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ്. രാത്രി മരിച്ചാൽ രാത്രി അത് സ്വർഗ്ഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതുപോലെ നബിതങ്ങളൊക്കെ പള്ളിക്ക് വന്നപ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ പള്ളി കിടന്നിങ്ങനെ വയ്ക്കുകയാണ്, എന്തോ ടെൻഷൻ കാരണം. നബിതങ്ങൾ ചോദിച്ചു, എന്താണ് എനിക്ക് ടെൻഷൻ? ഇതെന്താ പള്ളി കിടന്ന് രണ്ട് മരണ്, നിസ്കാരത്തിന് സമയമായിട്ടില്ലല്ലോ, ജമാഅത്തിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പള്ളി കയറി ഇങ്ങനെ വയ്ക്കണ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നബിയെ ദുനൂബി, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നെ സമാധാനം തരുന്നില്ല, സമാധാനം കെടുത്താൻ, ഉറക്കം എടുത്താൻ എനിക്ക് ഒരു നിക്കപ്പുറതി ഇല്ല, ഞാൻ അത്രമാത്രം തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നാളെ ഇറങ്ങാറല്ലേ, എനിക്ക് ദിക്ർ എടുപ്പിച്ചരാം. ആ ദിക്റാണ്ട് ചൊല്ലിക്കോ, എൻ്റെ തെറ്റുകളൊക്കെ അന്ന് പൊരുത്തപ്പെട്ടു വരും. ആ ദിക്ർ നമ്മളും പതിവാക്കണം. ഏതാ? അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജഅ ഇൻദി മിൻ അമലി. ഇതാണ് ദുആ. ഹദീസിൽ വന്ന ദുആയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, മഗ്ഫിറതുക, നിന്റെ പാപമോചനം, നിന്റെ മഗ്ഫിറത്ത്, ഔസഉ മിൻ ദുനൂബി, എൻ്റെ തെറ്റുകളെക്കാൾ വിശാലമാണ്, വറഹ്മതുക, നിന്റെ അനുഗ്രഹം, നിന്റെ റഹ്മത്ത്, അർജഅ ഇൻദി മിൻ അമലി, നിന്റെ അമലുകളെക്കാൾ എനിക്ക് പ്രതീക്ഷ നിന്റെ കാരുണ്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പതിവാക്കുക. അപ്പോൾ റഹ്മത്തിൻ്റെ 10 കഴിഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 ഈ മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ ഇത്തരം വഴികൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഈ ദുആയൊക്കെ നമ്മൾ പതിവാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ വുളൂവിന് ശേഷം 2 റക്അത്ത് നിസ്കാരം. ഹദീസ് കേട്ടോ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല യതവല്ലോ വുളൂ ചെയ്യുന്ന ഫയുഹ്സിനു വുളൂ, എന്നിട്ട് നല്ലൾക്ക് വുളൂ എടുക്കുകയും സുമ്മ യഖൂമു ഫയുസല്ലി റക്അത്തൈൻ, വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഇതാർക്കും അറിയുന്നല്ല കേട്ടോ. 2 റക്അത്ത് വുളൂ എടുത്താൽ സുന്നത്ത് നിസ്കാരം സുന്നത്തുണ്ട്. പള്ളി കയറിയാൽ തഹയ്യത്ത് അതെല്ലാവർക്കും അറിയാം. എന്നാൽ വുളൂ എടുത്താൽ സുന്നത്ത് നിസ്കാരം ഉണ്ട്. പെരയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും വുളൂ എടുത്തു കഴിഞ്ഞാൽ വുളൂ എടുത്ത ഉടനെ തന്നെ വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ടൈം ഉണ്ടെങ്കിൽ വുളൂവിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഇനി ടൈമില്ലെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചാമ്പ്യാലും മതി. തഹയ്യത്ത് നിസ്കരിക്കുമ്പോൾ വുളൂവിൻ്റെ നിസ്കാരം കൂടി ഞാൻ കരുതുന്നു പറഞ്ഞാൽ 2ഉം കിട്ടി. ഇനി പള്ളിക്ക് വരുമ്പോൾ വേറെ നിസ്കാരമാണ്, ആയിക്കോട്ടെ, വേറെ നിസ്കാരത്തിൻ്റെ കൂടെ കരുതിയാൽ അതും കിട്ടി. ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ആയിട്ട് വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ നല്ലതാണ്. അപ്പോൾ നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും നല്ലൊരു വുളൂ എടുത്ത് എന്നിട്ട് സുമ്മ യഖൂമു, എന്നിട്ട് ഫയുസല്ലി റക്അത്തൈൻ, വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ നബി തങ്ങൾ പറയുന്നു, ഇല്ലാ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം അവനക്ക് റെഡിയാണ്. വുളൂ എടുക്കുകയും വുളൂവിൻ്റെ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് മാത്രമല്ല, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദുനൂബിഹി, അവൻ ചെയ്തു പോയ സകലമായ തെറ്റുകളും പൊറുക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ മഗ്ഫിറത്ത് കിട്ടാനുള്ള മാർഗ്ഗം. എപ്പോഴെങ്കിലും ഒന്ന് ഈ മഗ്ഫിറത്തിന് 10 6 വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചു നോക്കേണ്ടി. ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഈ ക്ലാസ് കേൾക്കണം പലരും ആ വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കാരം. എന്നാൽ ഈ ക്ലാസ് കേട്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഈ റമദാനിക്ക് ഒന്ന് ഉതിർത്തിട്ട് കേട്ടോ, വുളൂവിൻ്റെ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചു നോക്കി. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും വുളൂ ചെയ്യുകയും 2 റക്അത്ത് വുളൂവിൻ്റെ നിസ്കാരം നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി അല്ലതി ഖബലഹ, അതിന് മുമ്പ് നിസ്കരിച്ച നിസ്കാരത്തിനും ഇപ്പം നിസ്കാരത്തിനും ഇടയിലുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പൊറുക്കപ്പെട്ടു തരും. അപ്പോൾ ഇങ്ങനെ മഗ്ഫിറത്തിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇനി വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നാഫിയായ ഇൽമു പഠിക്കാനും കേൾക്കാനും പറയാനും അത് പകർത്താനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റമദാൻ കഴിഞ്ഞിട്ടും തെറ്റുകൾ പൊറുക്കപ്പെടാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്ന് ആര് ദ്വാരുന്നതാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം. അല്ലാഹ്, ആ ഹദീസ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടക്കണം കേട്ടോ. റമദാൻ കഴിഞ്ഞാലും ദോഷങ്ങൾ ബാക്കിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ്റെ മൂക്ക് മണ്ണ് കുത്തി നശിക്കട്ടെ എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. റമദാൻ 30 കഴിഞ്ഞ് അല്ലെങ്കിൽ റമദാൻ 29 മാസം കണ്ട് പിന്നെയുണ്ട് ഓൻ്റെ കുറേ തെറ്റുകൾ പുറക്കപ്പെടാത്തത്. ഓൻ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയില്ല, റമദാനെ വേണ്ട വിധം മഗ്ഫിറത്തും ചോദിച്ചില്ല, ദോഷങ്ങൾ പുറക്കപ്പെടാത്ത പിന്നെയും കുറേ തെറ്റുകൾ ഓനക്കിടങ്ങി ഓൻ നശിച്ച് കോളം തോണ്ടട്ടെ എന്ന് ദ്വാരുന്നതാരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ മാത്രമല്ല, ആരാ കൂടെ ദ്വാരുന്നത്? മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് റമദാൻ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ പാപികളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.